അപ്പോൾ ഇറാൻ്റെ കഷ്ടപ്പാടും ഇസ്രയേലിലെ സമൃദ്ധിയും ഇതിനെ രണ്ടിനെയും തമ്മിലൊന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് രണ്ട് രാജ്യങ്ങൾ, ഉണങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങൾ, ഒരേ ലാറ്റിറ്റ്യൂഡ്, ഏകദേശം ഒരേ ലാറ്റിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ സ്ഥലങ്ങൾ, ഒരേ രാജ്യങ്ങൾ, പക്ഷേ എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഔട്ട്കമാണ് നമ്മൾ രണ്ട് രാജ്യങ്ങളിലും കാണുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്, മിസ്രൈം ദേശത്ത് ദൈവം ബാധകളെ അയച്ചപ്പോൾ ഗോഷൻ്റെ പ്രദേശത്തായിരുന്നു യഹൂദർ, ഇസ്രായേൽ മക്കൾ താമസിച്ചത്. ആ പ്രദേശത്ത് ദൈവത്തിൻ്റെ ക്രോധം യാതൊരു വിധത്തിലും അവരുടെ മേൽ ഒഴിക്കപ്പെട്ടില്ല. അതായത് ഇസ്രായേൽ മക്കളെയും മിസ്രൈമിലുള്ളവരെയും തമ്മിൽ ക്ലിയറായിട്ടുള്ള ഒരു വ്യത്യാസം, ഒരു ഡീമാർക്കേഷൻ ഇട്ടാണ് ദൈവം പ്രവർത്തിച്ചത്. ഈ ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ദൈവം തക്ക സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് മഴ തരും. ലേവ്യ പുസ്തകം 26:4. പിന്നെ ആവർത്തന പുസ്തകം 11:11-12 പറയുന്നത്, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. യെശയ്യാവ് 41:18, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ചരിത്രത്തിലുടനീളം ദൈവം അത്ഭുതകരമായി ഇസ്രായേൽ മക്കൾക്ക് വെള്ളം നൽകിയിട്ടുണ്ട്. അത് പാറയിൽ നിന്നുള്ള വെള്ളം, പിന്നെ വരൾച്ചയുടെ നടുവിലും മഴ, പിന്നെ എന്തെല്ലാം സാഹചര്യങ്ങളാണോ ഇമ്പോസിബിളായി നടക്കത്തില്ല എന്നും പറഞ്ഞ സാഹചര്യത്തിൻ്റെ നടുവിലും സമൃദ്ധിയുടെ ഒരു പെരുമഴ തന്നെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്.